ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇന്ത്യാസ് ന്യൂക്ലിയർ ഡോക്ട്രൈൻ, ഹേഫ്ലിക് ലിമിറ്റ്, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023, റൈസ് ആക്സിലറേറ്റർ, പ്ലേസസ് ന്യൂസ് ആയിട്ട് ബാനി ഗ്രാസ് ലാൻഡ്സ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് 2003 ഇത് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ന്യൂക്ലിയർ ഡോക്ട്രൈൻ ഇന്ത്യ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1999 ഓഗസ്റ്റിലാണ്. അപ്പോൾ ആ ഒരു ഡ്രാഫ്റ്റ് ന്യൂക്ലിയർ ഡോക്ട്രൈൻ പബ്ലിഷ് ചെയ്തതിൻ്റെ 25ാം വാർഷികമാണ് ഇപ്പോൾ ഈ മാസം. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 10 അവരുടെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് സ്വയം ഡിക്ലെയർ ചെയ്യുന്നത് 1999 ഓക്കെ. ഇന്ത്യ ആദ്യമായിട്ടൊരു ന്യൂക്ലിയർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് 1974 ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്നുള്ള പേരിൽ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടാണ്. പക്ഷേ ആ ന്യൂക്ലിയർ ടെസ്റ്റിനെ ഇപ്പോഴും നമ്മൾ വിളിക്കുന്നത് ഒരു പീസ്ഫുൾ ന്യൂക്ലിയർ ടെസ്റ്റ് അല്ലെങ്കിൽ പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്നുള്ള പേരിലാണ്. 98 പക്ഷേ അതേസമയം ഇന്ത്യ ഒരു 5 ന്യൂക്ലിയർ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ ശക്തി എന്നുള്ള പേരിൽ. അപ്പോൾ അതാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ആയിട്ട് ഇപ്പോഴും നമ്മൾ ഒഫീഷ്യലി പറയുന്നത്. അപ്പോൾ 98 ഈ ഒരു 5 ടെസ്റ്റുകൾക്ക് ശേഷമാണ് ഇന്ത്യ നമ്മൾ തന്നെ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ ഡോക്ട്രൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് കൈവശം വെക്കുന്ന രാജ്യങ്ങൾ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഏത് സാഹചര്യത്തിലാണ് ഏത് വിധത്തിലാണ് ഉപയോഗിക്കുക എന്ന് പബ്ലിക്കലി അനൗൺസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അത് ഔട്ട്ലൈൻ ചെയ്യുന്ന അവരുടെ പോളിസിയാണ് ന്യൂക്ലിയർ ഡോക്ട്രൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പബ്ലിക്കലി അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, ബേസിക്കലി ന്യൂക്ലിയർ വെപ്പൺസിനെ പറയാറുള്ളത് ന്യൂക്ലിയർ വെപ്പൺസ് ആണ് അൾട്ടിമേറ്റ് ഡിറ്ററൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ശത്രു രാജ്യങ്ങൾ നമ്മൾ ആക്രമിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ആണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡിറ്ററൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യങ്ങൾ അവരുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ അനൗൺസ് ചെയ്യുന്നത്. എല്ലാ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റുകളും അത് അനൗൺസ് ചെയ്തോളെന്ന് നിർബന്ധമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ന്യൂക്ലിയർ ആംബിഗ്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതായത് അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെങ്കിലും അത് ഉണ്ടെന്നോ ഇല്ലെന്നോ അവർ ഒഫീഷ്യലി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഒരു ന്യൂക്ലിയർ ഡോക്ട്രിൻ പ്രഖ്യാപിച്ചോളണമെന്നില്ല. പക്ഷേ മെജോറിറ്റി കേസുകളിലും ലോകത്തിലുള്ള ഒട്ടുമിക്ക ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റുകൾക്കും ഒരു ഡിക്ലെയർഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഡോക്ട്രിൻ ഉണ്ടാവും. അപ്പോൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിന് 1999 ഓഗസ്റ്റിലാണ് ഈ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ്റെ ഡ്രാഫ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്, ഇതിൻ്റെ കരട് രൂപം പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് 2003 അത് നമ്മൾ ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ത്യയുടെ ന്യൂക്ലിയർ 2003 അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒഫീഷ്യലി നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ ഡോക്ട്രിൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിംഗിൾ പേജ് ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾ ഏത് തരത്തിലാണ് ഉപയോഗിക്കുക, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ എന്ന് പറയുന്നത് നോ ഫസ്റ്റ് യൂസ് പോളിസിയാണെന്ന് പറയുന്നുണ്ട്. നോ ഫസ്റ്റ് യൂസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് റിട്ടാലിയേറ്ററി പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു രാജ്യം നമ്മളെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചാൽ മാത്രമേ നമ്മൾ തിരിച്ച്, അതായത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ന്യൂക്ലിയർ അറ്റാക്കിന് റിട്ടാലിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അതാണ് നോ ഫസ്റ്റ് യൂസ് പോളിസി എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകത്തിൽ ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ മാത്രമേ ഈ നോ ഫസ്റ്റ് യൂസ് പോളിസി ഉള്ളൂ. ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ റഷ്യ പോലുള്ള രാജ്യങ്ങൾക്കൊന്നും നോ ഫസ്റ്റ് യൂസ് പോളിസി ഇല്ല. അതായത് അതിൻ്റെ അർത്ഥം അവർ വേണമെങ്കിൽ റിട്ടാലിയേഷൻ അല്ലാതെ ആദ്യം തന്നെ കയറി ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാം എന്നർത്ഥം. പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ട് ഈ നോ ഫസ്റ്റ് യൂസ് പോളിസി ഡിക്ലെയർ ചെയ്തിട്ടുള്ള രാജ്യം ചൈനയാണ്. 1960കളിൽ തന്നെ അവർ നോ ഫസ്റ്റ് യൂസ് പോളിസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നോ ഫസ്റ്റ് യൂസ് പോളിസി ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾക്ക് ഒരിക്കലും മറ്റൊരു രാജ്യവുമായിട്ട് ഒരു ന്യൂക്ലിയർ ആംസ് റേസിലേക്ക് പോകേണ്ടി വരില്ല. കാരണം ഇവർ റിട്ടാലിയേഷന് വേണ്ടി മാത്രമേ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമ്പർ ഓഫ്, അതായത് സർവൈവബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ ഉണ്ടായാൽ മതി. അപ്പോൾ ഇന്ത്യക്ക് ഇത്തരത്തിലൊരു നോ ഫസ്റ്റ് യൂസ് പോളിസിയാണുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നൊരു സംഭവം ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ് ആണ്. ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് മിനിമം ഡിറ്ററൻസ് ആണ്. മിനിമം ഡിറ്ററൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരായിട്ട് ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കാൻ മാത്രം കേപ്പബിൾ ആയിട്ടുള്ള, അതായത് ഈ നമ്മൾ ഇന്ത്യക്കെതിരായിട്ടൊരു ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശത്രു രാജ്യം ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാലും ആ ഫസ്റ്റ് സ്ട്രൈക്കിനെ, അതിനെയാണ് ഫസ്റ്റ് സ്ട്രൈക്ക് എന്ന് പറയുക, ഈ ഫസ്റ്റ് സ്ട്രൈക്കിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ ഇന്ത്യയുടെ കയ്യിലുണ്ടാവും. അതായത് ആ ഫസ്റ്റ് സ്ട്രൈക്കിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അതിൽ കൂടുതൽ ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾ സ്റ്റോക്ക് പൈൽ ചെയ്തിട്ടുണ്ടാവും. ആ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽസ് വെച്ചിട്ട് നമുക്ക്
ഇവർക്കെതിരായിട്ട് റിട്ടാലിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഫസ്റ്റ് സ്ട്രൈക്കിനെ സർവൈവ് ചെയ്തിട്ട് നമുക്ക് റിട്ടാലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസിന്റെ സ്റ്റോക്ക് പൈൽ മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ന്യൂക്ലിയർ ആംസ് റേസിലേക്ക് പോകില്ല. നമുക്ക് റിട്ടാലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻഷോർഡ് ആയിട്ടുള്ള മിനിമം ഡിറ്ററൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഇനി ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അത് റിട്ടാലിയേറ്റ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. ഇതൊരു അഷ്യോർഡ് സെക്കൻഡ് സ്ട്രൈക്ക് ആണ്. അതായത് ഇന്ത്യക്കെതിരായിട്ട് ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറയുന്നതാണ് ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഈ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസിന്റെ കൂടെ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഇന്ത്യയുടെ റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല, ഡിസ്പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയുന്നത്. അതായത് നമുക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് ഒരു പ്രത്യാക്രമണം എന്നുള്ള രീതിയിൽ നമുക്ക് വന്ന നഷ്ടം എത്രയാണോ അതേ നഷ്ടം എനിമിയിലും, അതായത് നമ്മുടെ ശത്രു രാജ്യത്തിലും വരുത്തി വെക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മുടെ പ്രത്യാക്രമണം. പകരം അത് അൺഅക്സെപ്റ്റബിൾ ഡാമേജ് മേക്ക് ചെയ്യുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് അതിനെ ഈ ന്യൂക്ലിയർ ഡോക്ട്രൈൻസിനകത്തൊക്കെ തന്നെ വിളിക്കുക കൗണ്ടർ വാല്യൂ ടാർഗറ്റ്സ് എന്നാണ് പറയുക. അതായത് ഈ ശത്രു രാജ്യങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാട്ടിലും വലുതായിരിക്കും നമ്മൾ തിരിച്ചടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺ സ്റ്റോക്ക് പൈൽ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ന്യൂക്ലിയർ ട്രയാഡൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഈ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന നോ ഫസ്റ്റ് യൂസ് പോളിസിയെ കുറിച്ച് പറയുന്ന ഭാഗത്തൊക്കെ ഇന്ത്യക്കെതിരായിട്ട് ഒരു ന്യൂക്ലിയർ അറ്റാക്ക് നടന്നു, അതിനുള്ളൊരു റിട്ടാലിയേഷൻ ആയിട്ട് മാത്രമേ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഇതിന് ശേഷം പറയുന്ന ചില ഭാഗങ്ങളിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇന്ത്യ ഒരിക്കലും ഒരു നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് അണുവായുധം കൈവശം വെച്ചിട്ടില്ലാത്തൊരു രാജ്യത്തിനെതിരായിട്ട് നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്തില്ല. പക്ഷേ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഇന്ത്യക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടോ ബയോളജിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടന്നു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ജൈവായുധമോ അല്ലെങ്കിൽ രാസായുധമോ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം നടന്നു കഴിഞ്ഞാൽ അതിന് റിട്ടാലിയേഷനായിട്ടും ഇന്ത്യക്ക് ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ നോ ഫസ്റ്റ് യൂസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യക്കെതിരായിട്ട്, അതായത് ഇന്ത്യയുടെ മണ്ണിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായിട്ട് ഒരു ന്യൂക്ലിയർ സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്താൽ അതിന് റിട്ടാലിയേഷനായിട്ട് മാത്രമേ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യൂ എന്നല്ല. ഇന്ത്യൻ സൈന്യത്തിൽ, അതായത് ഇന്ത്യക്കെതിരായിട്ട്, അതായത് ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ടോ, ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലായിക്കൊള്ളുന്ന നിർബന്ധമല്ല, ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ടോ ഒരു കെമിക്കൽ വെപ്പൺസോ ബയോളജിക്കൽ വെപ്പൺസോ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം നടന്നാലും, അതായത് ന്യൂക്ലിയർ അറ്റാക്ക് നടക്കണമെന്നില്ല, ബയോളജിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ അറ്റാക്ക് നടന്നു കഴിഞ്ഞാലും അതിന് റിട്ടാലിയേഷനായിട്ട് ഇന്ത്യ ന്യൂക്ലിയർ സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്യും എന്നതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഡയല്യൂട്ടഡ് ആയിട്ടുള്ള നോ ഫസ്റ്റ് യൂസ് പോളിസിയാണ് ഇന്ത്യക്കുള്ളതെന്ന് മനസ്സിലാക്കുക. അത് ഈ ചൈനയുടെ ഒക്കെ കേസിൽ പറയുന്നത് പോലെ തന്നെ നോ ഫസ്റ്റ് യൂസ് പോളിസി അല്ല, നമ്മുടെ നോ ഫസ്റ്റ് യൂസ് പോളിസിയുടെ ബാർ കുറച്ചും കൂടി ലോവർ ആണെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ ഡോക്ട്രൈനകത്ത് പറയുന്നൊരു കാര്യമാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാനുള്ള അനുമതി കൊടുക്കാനുള്ള അധികാരം ആർക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് ആരുടെ കൺട്രോളിലാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സിവിലിയൻ അതോറിറ്റീസിന്റെ കീഴിലാണ്, അതായത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്, മിലിറ്ററിയുടെ കൺട്രോളിലല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഈ ന്യൂക്ലിയർ ഡോക്ട്രൈനകത്ത് പറയുന്നുണ്ട്. ഈ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയാണ് നമ്മുടെ ഇന്ത്യയിലെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഉപയോഗത്തെക്കുറിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. സോ ഈ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിക്ക് 2 ബ്രാഞ്ചുകളുണ്ട്. ഒരു പൊളിറ്റിക്കൽ കൗൺസിലും അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും ഉണ്ട്. ഓക്കെ, സോ ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്നതിന് ഹെഡ് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ്. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായിട്ട് ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കേണ്ട രീതിയിലുള്ള ഒരു ആക്രമണം ഇന്ത്യക്കെതിരായിട്ട് നടന്നു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് റിട്ടാലിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ട ടാർഗറ്റ്സ് ഏതാണ്, നമ്മൾ ഏത് തരത്തിലാണ് റിട്ടാലിയേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ പൊളിറ്റിക്കൽ കൗൺസിലിന് അഡ്വൈസ് കൊടുക്കാനാണ് ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉള്ളത്. സോ ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ കൊടുക്കുന്ന അഡ്വൈസിൻ്റെ അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ കൗൺസിലാണ്. പൊളിറ്റിക്കൽ കൗൺസിലിനെ ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്ന ആൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ്. ഇനി ഇത്തരത്തിൽ ഈ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു
സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് എന്ന് പറയുന്ന ഒരു ട്രൈ സർവീസ് കമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സസ് കമാൻഡ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കുറച്ച് എലമെന്റ്സ് കൂടി ചേരുന്നതാണ് ഈ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സസ് കമാൻഡ് എന്ന് പറയുന്നത്. അവരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അവരാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസും അതുപോലെ തന്നെ ഇതിൻ്റെ ഡെലിവറി വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മുടെ ബാലസ്റ്റിക് മിസൈൽസ് ആവാം, അല്ലെങ്കിൽ ഈ ബാലസ്റ്റിക് മിസൈൽ സബ്മറീൻസ് ആവാം, അതുപോലെ തന്നെ ഈ എയർഫോഴ്സിൻ്റെ ഈ ന്യൂക്ലിയർ അറ്റാക്ക് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഈ മിറാഷ് 2000, ജാഗ്വാർ ഒക്കെ പോലുള്ള എയർക്രാഫ്റ്റുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഡെലിവർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഡെലിവറി വെഹിക്കിൾസും ആ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരാണ് ഈ ന്യൂക്ലിയർ സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്യാന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2003 ശേഷം ഇത് റിവൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈ നോ ഫസ്റ്റ് യൂസ് പോളിസി മാറ്റിയിട്ട് ഇന്ത്യ ഫസ്റ്റ് യൂസ് പോളിസിയിലേക്ക് മാറണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒഫീഷ്യൽ അനൗൺസ്മെന്റുകളൊന്നും പിന്നീട് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഹേഫ്ലിക് ലിമിറ്റിനെ കുറിച്ചാണ്. സോ ഈ ഹേഫ്ലിക് ലിമിറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ സെല്ലുലാർ ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സെൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പോൾ ഈ ഒരു തിയറിയുടെ പ്രൊപ്പോണൻ്റ് ആയിട്ടുള്ള ലിയോണാർഡ് ഹേഫ്ലിക് എന്ന് പറയുന്ന ആള് ഈ അടുത്ത് മരണപ്പെട്ടതായിട്ടുള്ള ഈ ഓഗസ്റ്റ് 1 മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഈ ഹേഫ്ലിക് ലിമിറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഹേഫ്ലിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ പണ്ട് ഒരു അലക്സിസ് കാരൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു തിയറി അനുസരിച്ച് നമ്മുടെ സെൽസിന് ഇൻഡെഫിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അത് റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സെൽസ് റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു ഹെൽത്തി ഡയറ്റും എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മനുഷ്യന് ബേസിക്കലി തിയറട്ടിക്കലി ഇൻഫിനിറ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് വേണമെങ്കിൽ പറയാം. സോ അപ്പോൾ അത്തരത്തിലൊരു തിയറി പറഞ്ഞിട്ടുള്ള ആളാണ് ഈ അലക്സിസ് കാരൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ അലക്സിസ് കാരലിൻ്റെ തിയറി മറ്റുള്ള സയൻറ്റിസ്റ്റുകൾക്കൊന്നും കൊറാബറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു അലക്സിസ് കാരലിൻ്റെ ഈ സെൽസിന് ഇൻഫിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള തിയറിനെ റിവൈസ് ചെയ്തിട്ടുള്ളൊരു തിയറിയാണ് ഈ ഹേഫ്ലിക് തിയറി, അല്ലെങ്കിൽ ഹേഫ്ലിക്കിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹേഫ്ലിക്ക് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാബ് മൈസിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സെല്ലിന് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അത് മനുഷ്യൻ്റെ സെല്ലിൻ്റെ കേസിലാണെങ്കിൽ മനുഷ്യൻ്റെ സെല്ലിന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എന്ന് പറയുന്നത് 40 to 60 times ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നീട് അതിന് ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് അത് ബ്രേക്ക് ഡൗൺ ആവും. അതോടുകൂടി ആ സെല്ല് കംപ്ലീറ്റ്ലി തീരും. ഇതോട് കൂടിയിട്ട് മനുഷ്യന്, അതായത് ഈ ഒരു റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി തീരുന്നതോട് കൂടിയിട്ടാണ് മനുഷ്യന് ഏജ് ആവുന്നതും. ഈ ഏജ് ആവുന്നതോറും ഈ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന തോത് കുറഞ്ഞു വരും. അവസാനം നമ്മൾ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള മനുഷ്യൻ്റെ സെല്ലിൻ്റെ ഈ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഈ ഹേഫ്ലിക്ക് കണ്ടെത്തിയിട്ടുള്ളത്, ഒരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ ഒരു 125 വർഷത്തിൽ കൂടുതലൊന്നും ഒരിക്കലും ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും എത്ര ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്താലും ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരു ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഏജിങ്ങിനൊന്നും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ ഹേഫ്ലിക് തിയറിക്കകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഹേഫ്ലിക് തിയറി ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിയോണാർഡ് ഹേഫ്ലിക്ക് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഈ വിസ്റ്റാർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന US ഫിലാഡൽഫിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 1965 ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അത് ബേസിക്കലി ഈ അലക്സിസ് കാരലിൻ്റെ തിയറിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അലക്സിസ് കാരലിൻ്റെ തിയറി തെറ്റാണെന്ന് തെളിയിച്ചൊരു കാര്യമാണ് ഈ ഹേഫ്ലിക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹേഫ്ലിക്ക് കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു കാര്യത്തിന് ഹേഫ്ലിക് ലിമിറ്റ് എന്നുള്ള പേര് കിട്ടുന്നത് 1974 പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, ഒരു ഇൻട്രിൻസിക് മ്യൂട്ടാജനസിസ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിലാണ് ആദ്യമായിട്ട് ഈ ഹേഫ്ലിക് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഹേഫ്ലിക് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലുകൾക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോകാനുള്ള കേപ്പബിലിറ്റിയുടെ ലിമിറ്റിനെയാണ് ഹേഫ്ലിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹേഫ്ലിക് ലിമിറ്റ് എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റുകളെ പിന്നീട് നമ്മുടെ മനുഷ്യ ശരീരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, എസ്പെഷ്യലി ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഈ ഒരു ഹേഫ്ലിക് ലിമിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്
നമ്മൾ ഇത്തരത്തിൽ സെല്ലുകൾ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ DNA-സും അതിനകത്ത് റിപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ DNA-സിനകത്ത് ഈ ഓരോ തവണയും സെല്ലുകൾ റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ DNA-ക്കകത്ത് ഒരു റിപ്പിറ്റേറ്റീവ് ആയിട്ടൊരു സീക്വൻസ് ഉണ്ടാവും. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ടെലോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെലോമേഴ്സ് ഓരോ തവണ റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴും ഇത് കുറഞ്ഞു വരുന്ന പറയാം. അപ്പോൾ ഇത് അവസാനം ആകുമ്പോഴേക്കും ഈ സെല്ലിൻ്റെ റിപ്ലിക്കേറ്റിംഗ് കേപ്പബിലിറ്റിയുടെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ ടെലോമേഴ്സ് പൂർണ്ണമായിട്ടും ഇല്ലാതാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങൾക്കാണ് 2009 ഒരു കുറച്ച് സയൻറ്റിസ്റ്റുകൾക്ക് നോബൽ പ്രൈസ് ഫോർ ഫിസിയോളജി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ ജനറ്റിക് സ്ട്രക്ചർ, ഈ ഹേഫ്ലിക് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജനറ്റിക് സ്ട്രക്ചറിനെ കുറിച്ചുള്ള പഠനങ്ങൾക്കാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഹേഫ്ലിക് ലിമിറ്റിൻ്റെ കാര്യം, മറ്റൊരു ലിമിറ്റേഷൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹേഫ്ലിക് ലിമിറ്റ് ഒരിക്കലും ക്യാൻസർ കോശങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നത്. ക്യാൻസർ കോശങ്ങൾക്ക് ഒരിക്കലും ഈ റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിക്ക് ലിമിറ്റ് ഇല്ല, അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്ലിക്കേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു കാരണം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഹേഫ്ലിക് ലിമിറ്റ് അനുസരിച്ച് നമുക്ക് ഒരിക്കലും ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്തും ഇതിനെ തിയററ്റിക്കലി ഒപ്പോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോശങ്ങൾക്കകത്തുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, ആ പ്രോട്ടീൻ്റെ പേരെന്ന് പറയുന്നത് ടിലോമെറാസ് എന്നുള്ള പേരിലാണ് ആ പ്രോട്ടീൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ടിലോമെറാസ് എന്ന് പറയുന്ന പ്രോട്ടീന് നമ്മുടെ എല്ലാവരുടെയും കോശങ്ങളിൽ ഉണ്ടെങ്കിലും ഇത് ക്യാൻസർ കോശങ്ങളിൽ മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ടിലോമെറാസ് എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ ആക്ടിവേഷൻ കാരണമാണ് ഈ ക്യാൻസർ കോശങ്ങൾക്ക് വീണ്ടും, അതായത് ഇൻഫിനിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ കോശങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏജിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ഇതൊന്നും പ്രൂവൺ അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജസ്റ്റ് എന്താണ് ഈ ഹേഫ്ലിക് ലിമിറ്റ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കോശങ്ങൾക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയുടെ ലിമിറ്റേഷനെയാണ് ഹേഫ്ലിക് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ നോബൽ പ്രൈസും അതുപോലെ തന്നെ ഈ പറയുന്ന ഇത് ക്യാൻസർ സെല്ലുകൾക്ക് അപ്ലിക്കബിൾ അല്ല, അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ്റെ ഒക്കെ പേരൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസ് ഫ്രെയിം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇന്ത്യയിൽ നിലവിലുള്ള ഒരേ ഒരു നിയമമാണ് ഈ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ട് ബാധകമായിട്ടുള്ളത് ഇന്ത്യയിലുള്ള ആളുകളുടെ പേഴ്സണൽ ഡാറ്റ, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് കളക്ട് ചെയ്തിട്ട് പിന്നീട് ഡിജിറ്റൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ ഡാറ്റ കളക്ഷനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ്ങുമാണ് ഈ നിയമത്തിനകത്ത് ബാധകമായിട്ടുള്ളത്. ഇനി അതുകൂടാതെ ഈ പറയുന്ന ഇന്ത്യയിൽ കളക്ട് ചെയ്യുന്ന ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ ഇന്ത്യക്ക് പുറത്ത് വെച്ച് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ അതിനും ഈ പറയുന്ന നിയമം ബാധകമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ നിയമത്തിനകത്ത് പറയുന്ന ചില കൺസെപ്റ്റുകളുണ്ട്, അതൊന്നും അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡാറ്റ പ്രിൻസിപ്പിളാണ്. ഡാറ്റ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആരുടെ ഡാറ്റയാണോ ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്നത് അയാളുടെ പേരാണ് ഡാറ്റ പ്രിൻസിപ്പിൾ. ഇപ്പോൾ എൻ്റെ ഡാറ്റയാണ് ഗൂഗിൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ ഞാനാണ് ഡാറ്റ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ പ്രിൻസിപ്പിളിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്നുള്ള റിട്ടൺ കൺസെൻറ്റ് ആവശ്യമാണെന്ന് ഈ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. അതൊരു മൈനർ ആണെങ്കിൽ ആ മൈനറുടെ പാരൻറ്റിൻ്റെ കൺസെൻറ്റ് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ മൈനർ എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെ പ്രായമുള്ള ആളാണ്. സോ അപ്പം മൈനറുടെ പാരൻറ്റിൻ്റെ കൺസെൻറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡാറ്റ പ്രിൻസിപ്പിളിന് അയാളുടെ കൺസെൻറ്റ് വിഡ്രോ ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വിഡ്രോ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ഈ ഡാറ്റയുടെ യൂസേജിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള അധികാരവും ഡാറ്റ പ്രിൻസിപ്പിളിനുണ്ട്. അതേസമയം ഈ ഡാറ്റ പ്രിൻസിപ്പിളിന് ചില റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ചില ഡ്യൂട്ടീസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. അതായത് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികൾ കൊടുക്കാം. പക്ഷെ അതേസമയം അവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള പരാതികൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള ചില ഡ്യൂട്ടീസും ഇവരുടെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ഡ്യൂട്ടിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ശിക്ഷണ നടപടികൾക്ക് വിധേയരാകും എന്നും പറയുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് പറയുന്നൊരു കൺസെപ്റ്റാണ് ഡാറ്റ ഫിഡ്യൂഷ്യറി എന്ന് പറയുന്നത്. സോ ഡാറ്റ ഫിഡ്യൂഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡാറ്റ കളക്ട് ചെയ്യുന്ന, അത് പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഡാറ്റ ഫിഡ്യൂഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയ രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന ആളുകളെ വേണമെങ്കിൽ ഗവൺമെൻറ്റിനെ സിഗ്നിഫിക്കൻറ്റ് ഡാറ്റ ഫിഡ്യൂഷ്യറി ആയിട്ട് ഡിക്ലെയർ ചെയ്യാം എന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് ഡാറ്റ പ്രോസസ്സർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അതായത് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഫിഡ്യൂഷ്യറിയുടെ കയ്യിൽ നിന്ന് ഡാറ്റ വാങ്ങിച്ചത് പ്രോസസ്സ് ചെയ്യുന്ന തേർഡ് പാർട്ടീസ് ഉണ്ടാവും. അവരെയാണ് ഡാറ്റ പ്രോസസ്സർ എന്ന് പറയുന്നത്. ചില സമയത്ത് ഈ ഡാറ്റ ഫിഡ്യൂഷ്യറി തന്നെയായിരിക്കും ഡാറ്റ പ്രോസസ്സറായിട്ട് ആക്ട് ചെയ്യുന്നത്.
ഇനി അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡാറ്റ ഫിഡ്യൂഷ്യറീസ് എല്ലാം തന്നെ അവരുടെ കമ്പനീസിനകത്ത് ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ ഓഫീസർ അപ്പോയിന്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഈ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രീവൻസ് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഓഫീസർ ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യണമെന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ കേൾക്കാനും ഒരു റെഗുലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നിയമത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നിയമത്തിനകത്തുള്ള പെനാൽറ്റീസ് എല്ലാം തന്നെ സിവിൽ ആയിട്ടുള്ള കേസുകളാണ്. ഇതിനകത്ത് ക്രിമിനൽ പെനാൽറ്റീസ് ഒന്നും തന്നെ ഇല്ല. ഇനി ഇതിനകത്ത് ഈ വരുന്ന സിവിൽ പെനാൽറ്റീസ് എന്ന് പറയുന്നത് വളരെ ഹെഫ്റ്റി ഫൈൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ അതിനകത്ത് ഡാറ്റ പ്രിൻസിപ്പിളിൻ്റെ ഒക്കെ കേസിൽ ഓക്കെ, ഇപ്പോൾ ഒരു എൻ്റെ ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഞാനാണ് ഡാറ്റ പ്രിൻസിപ്പിൾ, അപ്പോൾ എനിക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡ്യൂട്ടീസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ പ്രിൻസിപ്പിൾസിൻ്റെ മുകളിൽ വയലേഷൻ ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫൈൻ എന്ന് പറയുന്നത് 10,000 rupees ആണ്. പക്ഷേ ഈ ഡാറ്റ ഫിഡ്യൂഷ്യറീസിൻ്റെ അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സേഴ്സിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന ഫൈൻസിൻ്റെ അപ്പർ ലിമിറ്റ് 250 കോടിയാണ്. ഓക്കെ, അത് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡാറ്റ ബ്രീച്ച് പോലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ 250 കോടി രൂപ വരെ ഫൈൻ ഈടാക്കാം. ഈ മൈനറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വയലേഷൻസ് ആണെങ്കിൽ 200 കോടി രൂപ വരെ ഫൈൻ ഈടാക്കാം എന്ന് ഈ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ നിയമത്തിന്റെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഈ നിയമത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് നമ്മൾ ഈ ഡാറ്റ ലോക്കലൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യമാണ്. ഇന്ത്യയിൽ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഇന്ത്യയിൽ തന്നെ സ്റ്റോർ ചെയ്യണം, ഇന്ത്യയിൽ തന്നെ അത് പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഈ നിയമത്തിനകത്ത് അങ്ങനെ ഒരു സംഗതി ഇല്ല. ഈ നിയമം അനുസരിച്ച് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ പേഴ്സണൽ ഡാറ്റ ഇന്ത്യക്ക് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പുറത്ത് വെച്ച് അത് പ്രോസസ്സ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ അതിനകത്ത് ചില രാജ്യങ്ങളെ റെസ്ട്രിക്റ്റഡ് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട്. അപ്പോൾ ഒരു റെസ്ട്രിക്റ്റഡ് ലിസ്റ്റിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് ഒരു രാജ്യത്തിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തേക്ക് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആളുകളുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് പ്രിവെൻഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഒഫൻസസ്, എൻഫോഴ്സ്മെന്റ് ഓഫ് ലീഗൽ റൈറ്റ്സ് ഓർ ക്ലെയിംസ്, ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡാറ്റ പ്രിൻസിപ്പിൾസിന്റെ റൈറ്റ്സ് ഡാറ്റ പ്രിൻസിപ്പിൾസിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ ഡാറ്റ ഫിഡ്യൂഷ്യറീസിന്റെ ഒബ്ലിഗേഷൻസ് ഇതൊന്നും ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന കുറ്റകൃത്യങ്ങളെ പ്രിവെന്റ് ചെയ്യാനും കുറ്റകൃത്യങ്ങളെ അന്വേഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ പറയുന്ന ഡാറ്റ പ്രിൻസിപ്പിൾസിന്റെ റൈറ്റ്സിന് വേണമെങ്കിൽ ഗവൺമെന്റിന് വയലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഈ പ്രിവെൻഷന് വേണ്ടിയിട്ട് ഇത് വയലേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ രീതിയിൽ ആംബിഗ്വിറ്റി ഉള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മളൊരു കുറ്റകൃത്യം നടന്നു, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന സമയത്ത് ഈ ഡാറ്റ പ്രിൻസിപ്പിളിന്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഡാറ്റയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രൊട്ടക്ഷനെ വയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ കുറ്റകൃത്യത്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിവെൻഷൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കുറ്റകൃത്യം നടക്കുന്നത് തടയാനാണെന്ന് പറഞ്ഞിട്ട് ആരുടെ പേഴ്സണൽ ഡാറ്റ വേണമെങ്കിലും ഗവൺമെന്റിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആരുടെ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൈറ്റ്സിനെ ഇവർക്ക് വയലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഇന്ത്യയിലുള്ള ചില ആക്ടിവിറ്റീസ്, അതായത് ഈ സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, പബ്ലിക് ഓർഡർ, റിസർച്ച്, ആർക്കൈവിങ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ പർപ്പസസ്. സോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് പറയുന്ന ആക്ടിവിറ്റീസ്, അതായത് ഇതിനകത്ത് പറയുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസ്ട്രിക്റ്റഡ് യൂസേജ് ഒക്കെ ഉണ്ട്, അതിനെയൊക്കെ എക്സെംപ്റ്റ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഇനീഷ്യലി കാണുന്ന സമയത്ത് ഇത് വലിയ രീതിയിലുള്ള ഡാറ്റ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഹൈലി ഡയല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ആണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ ക്രിറ്റിസിസംസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് പറയുന്ന ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പറയുന്ന റൈറ്റ് ടു പ്രൈവസിയുടെ വയലേഷനാണ് ഈ ആക്ട് എന്ന് പറയാറുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടം പോലെ ഗവൺമെന്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ എക്സെപ്ഷൻസ് ഈ ലോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഈ ബില്ല് നിലവിൽ വന്നാലും ഈ ആക്ട് റൂൾസ് ഫ്രെയിം ചെയ്ത് നിലവിൽ വന്നാലും വരാൻ ചാൻസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ഇതിനകത്ത് ഡാറ്റ പോർട്ടബിലിറ്റിക്കോ അല്ലെങ്കിൽ റൈറ്റ് ടു ബി ഫോർഗെറ്റിനുള്ള അവകാശം കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ക്രോസ് ബോർഡർ ഡാറ്റ ട്രാൻസ്ഫറിന് ഇതിൽ ഈ നിയമം അനുസരിച്ച് അനുമതി ഉണ്ട്. ക്രോസ് ബോർഡർ ഡാറ്റ ട്രാൻസ്ഫർ നടക്കാം, അതായത് ഇന്ത്യക്കാരുടെ ഡാറ്റ പുറം രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന DPBI എന്ന് പറയുന്ന സെൻട്രൽ ഏജൻസിയുടെ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന റെഗുലേറ്ററി അതോറിറ്റിയുടെ ഇൻഡിപെൻഡൻസ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഡൗട്ട്സ് ഉണ്ട്. കാരണം ഇതിനകത്തുള്ള മെമ്പേഴ്സിനെയും ചെയർപേഴ്സിനെയും ഒക്കെ റീഅപ്പോയിന്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരുടെയെങ്കിലും ഡാറ്റ ബ്രീച്ച് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ വയലേഷൻസ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു തരത്തിലുള്ള കോമ്പൻസേഷനുള്ള പ്രൊവിഷനും ഈ നിയമത്തിനകത്ത് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് റൈസ് ആക്സിലറേറ്ററിനെ കുറിച്ചാണ്. സോ
ഈ റൈസ് ആക്സിലറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ PIB-ക്കകത്തൊരു റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ റൈസ് ആക്സിലറേറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ബേസിക്കലി സ്റ്റാർട്ടപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ ഫുൾ ഫോം റാപ്പിഡ് ഇന്നൊവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് എക്സ്പാൻഷൻ എന്നാണ്. ഇത് ഇന്ത്യയിലെ നീതി ആയോഗിൻ്റെ കീഴിൽ വരുന്ന അടൽ ഇന്നൊവേഷൻ യോജന മിഷനും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഇതിന് സമാനമായിട്ടുള്ള CSIROയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഇത് 2023 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 9 മാസത്തോളമാണ് ഇതിൻ്റെ കാലാവധി പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെയും ഓസ്ട്രേലിയയിലെയും ഈ എൻവയോൺമെൻറ്റ് അതുപോലെ തന്നെ ക്ലൈമറ്റ് ഇഷ്യൂസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നൊവേറ്റീവ് അഗ്രിടെക് സൊല്യൂഷൻസ് അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തൊക്കെ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്സിലറേറ്ററാണ് ബേസിക്കലി റൈസ് ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഓസ്ട്രേലിയയൊക്കെ ആയിട്ടുള്ള ബിസിനസ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകൾ ഉണ്ടാവും, ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകൾ. അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള മെച്യൂർ ടെക് ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ ക്രോസ് ബോർഡർ സോഷ്യൽ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുകളെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുക, അതായത് അത്തരത്തിൽ ഇമ്പാക്റ്റുകളുള്ള അവരുടെ ഇന്നൊവേഷൻസിനെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളതെന്ന് പറയുന്ന സമയത്തും ഏതൊക്കെ മേഖലകളിലുള്ള സ്റ്റാർട്ടപ്പുകളാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ടെക്നോളജി, ഓക്കെ, അതുപോലെ തന്നെ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ, ക്ലീൻ എനർജി, സർക്കുലർ എക്കണോമി, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ക്ലൈമറ്റ് സ്മാർട്ട് മൊബിലിറ്റി, അഗ്രോടെക് പോലുള്ള മേഖലകളിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണിത് സപ്പോർട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഈ അടൽ ഇന്നൊവേഷൻ മിഷനെ കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. ഇത് നീതി ആയോഗിൻ്റെ കീഴിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവാണ്. സോ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു എന്താണ് പറയുന്നത്, ഈ ഇന്നൊവേഷനും എൻ്റർപ്രണർഷിപ്പിനൊക്കെ ഉള്ള ഒരു കൾച്ചർ ഉണ്ടാകും. ദ കൾച്ചർ ഓഫ് ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയും. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീതി ആയോഗിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണിത്. 2016 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ ഈ ഇന്നൊവേഷൻ അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ് എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ അത് സ്കൂള്, യൂണിവേഴ്സിറ്റി, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ, MSME ഇൻഡസ്ട്രി ലെവൽസിലൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇത് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. സോ പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാനി ഗ്രാസ് ലാൻഡ്സിനെ കുറിച്ചാണ്. സോ ഈ ബാനി ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിൻ്റെ നോർത്തേൺ സൈഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാസ് ലാൻഡാണ് ബാനി ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഗ്രാസ് ലാൻഡ് ആയിട്ട് കണക്കാക്കുന്നതാണ് ഈ ബാനി ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാനി ഗ്രാസ് ലാൻഡിനകത്ത് 2 തരത്തിലുള്ള എക്കോ സിസ്റ്റംസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് വെറ്റ് ലാൻഡ്സും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്സും കോ എക്സിസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഏകദേശം 22ഓളം എത്നിക് ഗ്രൂപ്പുകളിൽ പെടുന്ന മനുഷ്യർ ഈ ബാനി ഗ്രാസ് ലാൻഡ്സിൻ്റെ ഏരിയാസിൽ, ഇത് ഏകദേശം 2000 സ്ക്വയർ കിലോമീറ്ററിൽ കൂടുതൽ സ്ഥലമുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങൾ താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് കൂടുതലും പാസ്റ്ററൽ കമ്മ്യൂണിറ്റീസ് ആണ്, അതായത് ഈ കാലികളെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ബാനി ഗ്രാസ് ലാൻഡ്സ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ത്രെട്ടുകളിലൊന്നെന്ന് പറയുന്നത് ഓവർ ഗ്രേസിംഗ് ആണ്. ഇനി വലിയ രീതിയിൽ ഹൈ ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഏരിയയാണ് ഈ ബാനി ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള കച്ച് ഡെസേർട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ തന്നെ ചാരി ധണ്ട് കൺസർവേഷൻ റിസർവ്, ഈ 2 സ്ഥലങ്ങളും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ ബാനി ഗ്രാസ് ലാൻഡ്സിലാണെന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.